തൃശ്ശൂർ ഷൊർണൂർ റോഡിൽ തിരൂർ എന്ന സ്ഥലത്ത് നിന്നും വലത്തോട്ട് തിരിഞ്ഞ് പൂമല ഡാം വഴിയാണ് ചേപ്പാറയിലേക്ക് പോകാനുള്ള വഴി. തൃശ്ശൂർ നഗരത്തിൽ നിന്ന് ഏതാണ്ട് 15 കിലോമീറ്ററും വടക്കാഞ്ചേരി ടൗണിൽ നിന്ന് ഉദ്ദേശം 10 കിലോമീറ്ററുമാണ് ചേപ്പാറയിലേക്കുള്ള ദൂരം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഉദ്ദേശം 1 കിലോമീറ്റർ ചുറ്റളവിൽ പരന്നു കിടക്കുന്ന വലിയ പാറക്കൂട്ടമാണ് ചേപ്പാറ. വളരെ ഗ്രാമീണ അന്തരീക്ഷമുള്ള ഒരു സ്ഥലമാണിത്. വാഹനം താഴെ പാർക്ക് ചെയ്ത് പാറയുടെ മുകളിലേക്ക് നടന്നു വേണം കയറാനായിട്ട്. അത്യാവശ്യം നല്ല കുത്തനെയുള്ള കയറ്റമാണ്. കൈവരിയൊക്കെ വെച്ചിട്ടുണ്ട് മുകളിലേക്ക് പിടിച്ച് കയറി പോകാനായിട്ട്. മുകളിൽ കയറി കഴിഞ്ഞാൽ വളരെ വിശാലമായ പരന്നു കിടക്കുന്ന കുന്നുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കുന്നിൻ മുകളിൽ പല സ്ഥലങ്ങളിലും സഞ്ചാരികൾക്ക് ഇരിക്കുവാനായിട്ട് ബെഞ്ചുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള സായാഹ്ന കാഴ്ചയും ചരിത്രാവശിഷ്ടങ്ങളും ശക്തമായ കാറ്റും എല്ലാം ഒരു പ്രത്യേകമായിട്ടുള്ള അനുഭവം തന്നെയാണ്. പ്രകൃതി രമണീയതയോടൊപ്പം തൃശ്ശൂർ, വടക്കാഞ്ചേരി പട്ടണങ്ങളുടെ വളരെ ദൂരെയുള്ള കാഴ്ചയും ഇവിടെ നിന്നും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. ഈ പാറയുടെ മുകളിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു പ്രത്യേകത ഒരു ചരിത്രാവശിഷ്ടമെന്ന് തന്നെ പറയാം. പണ്ടുകാലത്ത് മുനിമാർ ധ്യാനിച്ചിരുന്നതായി പറയപ്പെടുന്ന മുനിയറകൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഇടം, ഒരു സ്മാരകം ഇവിടെ സംരക്ഷിച്ചു വച്ചിട്ടുണ്ട്. ചുറ്റും കമ്പിയുടെ വളയങ്ങളൊക്കെ സ്ഥാപിച്ച് വളരെ കാര്യമായി തന്നെ ഇത് സംരക്ഷിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ചരിത്രകാരന്മാർ പറയുന്നത് പ്രകാരം ഏതാണ്ട് 6000 വർഷമെങ്കിലും ഈ മുനിയറകൾക്ക് പഴക്കമുണ്ട് എന്നാണ്. ഈ കുന്നിൻ്റെ മുകളിലെ ഒരു അത്ഭുത കാഴ്ച ഒരു വശത്തായിട്ട് ഒരു ചെറിയ ജലാശയം കാണാമെന്നുള്ളതാണ്. ഇത്രയും ഉയരത്തിലും ഈ ജലാശയത്തിൽ മിക്കവാറും എല്ലാ സമയത്തും വെള്ളമുണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞ് കേൾക്കുന്നു.
ചെപ്പാറ സന്ദർശിക്കുന്നതിന് പ്രത്യേക ഫീസ് ഒന്നും തന്നെയില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ പരിമിതമാണിവിടെ. ഏതാനും ചെറിയ കടകൾ മാത്രമേ ഇവിടെ സഞ്ചാരികൾക്കായിട്ടുള്ളൂ. DTPCയുടെ കീഴിലാണ് ചെപ്പാറയുടെ സംരക്ഷണവും നിയന്ത്രണവുമെല്ലാം ഇപ്പോഴുള്ളത്.